ടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സുഭാഷനച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുമസ് ഒക്കെ വരാൻ പോവാണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ക്രിസ്തുമസിന്റെ ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നോക്കി കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറയില്ലേ, ഒന്നും കൂടി പാടി നോക്കിയെന്ന് പറയില്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗമന കാലത്തിലാണ്. ഏത് കാലത്തിലാണ്? എന്താണ് ആഗമനകാലം? ഈശോയുടെ വരവിന്റെ കാലം, അല്ലെങ്കിൽ മംഗളവാർത്താ കാലത്തിലാണ് നമ്മൾ. എന്താണ് മംഗളവാർത്ത? മംഗളവാർത്ത എന്ന് പറയുന്നത് ദൈവം വചനം മാംസം ധരിച്ച് പ്രസവിക്കും, ഈ ഭൂമിയിൽ വരും എന്നുള്ളതാണ്. കർത്താവ് നമ്മോട് കൂടെ. ആ മംഗളവാർത്തയുടെ കൺക്ലൂഷൻ അതാണ്. ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതായത് കർത്താവ് നമ്മോട് കൂടെ. അപ്പൊ എന്താണ് മംഗളവാർത്ത? അതാണ് മംഗളവാർത്ത. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ടിവിയിൽ കേൾക്കുന്ന വാർത്ത എന്ത് വാർത്തയാണ്? അമംഗളവാർത്ത. മാതൃഭൂമിയിൽ കേൾക്കുന്നത് മാതൃഭൂമി വാർത്ത, മനോരമയിൽ കേൾക്കുന്നത് മനോരമ വാർത്ത. ഹല്ലേലൂയ. അപ്പോ മംഗളവാർത്തയാണ് എന്ത്? കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മോട് കൂടെയുള്ളത്? നമ്മളെ രക്ഷിക്കാൻ. വെരി ഗുഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവ് നമ്മോട് കൂടെയുള്ളത് വെറുതെ കൂടെ നടക്കാൻ വേണ്ടിയല്ല. ചില ആളുകൾ കൂടെ ഉള്ളത് വെറുതെ നടക്കാൻ വേണ്ടി. നമ്മൾ പറയില്ല, ഇവൻ കൂടെ ഉള്ളതുകൊണ്ട്. നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പക്ഷെ കർത്താവ് കൂടെയുള്ളത് എന്തിനു വേണ്ടിയാണ്? രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താണ് രക്ഷ? ഈശോയുടെ സ്വന്തമാവുക. കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞേ. ഈശോയെ പോലെ ആവുക എന്നതാണ് രക്ഷ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ദൈവം മനുഷ്യപ്രകൃതി എടുത്തതുപോലെ മനുഷ്യൻ ദൈവത്തിന്റെ പ്രകൃതി എടുക്കുന്നു. ദൈവം മനുഷ്യ സ്വഭാവത്തിൽ പങ്കുകാരനായതുപോലെ മനുഷ്യൻ ഏത് സ്വഭാവത്തിൽ പങ്കുകാരരാവും? ഒന്ന് പറഞ്ഞേ, വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ. ദൈവം മനുഷ്യ സ്വഭാവത്തിൽ പങ്കുകാരനായതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകും. നമ്മളുടെ ഈ സ്വഭാവം ഏത് സ്വഭാവമായി മാറും? കുറച്ചുകൂടി സ്വരത്തിൽ പറഞ്ഞേ. നമ്മുടെ സ്വഭാവം ഏത് സ്വഭാവമായി മാറും? ഇപ്പൊ ഉള്ളത് ഏത് സ്വഭാവമാണ്?
അല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ ചിരിക്കുന്ന മനുഷ്യ സ്വഭാവം അത്ര മോശമുള്ള സ്വഭാവമൊന്നുമല്ല, അല്ലേ? ആണോ? അല്ല. മനുഷ്യന്റെ ശരീരത്തെ ഈശോ തന്റെ ഒരു ദൈവശാസ്ത്രമാണത്. ഈശോ തന്റെ മനുഷ്യാവതാരം വഴി മനുഷ്യകുലത്തെ മഹത്വപ്പെടുത്തി എന്നാ പറയുന്നത്. നമ്മളുടെ ആ അധമമായ വികാരങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യകുലം, ഈശോയുടെ മനുഷ്യാവതാരം വരെ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു വിലയും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വർഗത്തിന് അവകാശിയല്ല, ഒരു വിലയില്ലാത്തവനാണ്. ഈശോ തന്റെ മനുഷ്യാവതാരം വഴി മനുഷ്യ ശരീരത്തെ ഒരു പുതിയ ലെവലിലേക്ക് ഉയർത്തുകയാണ്. എന്താണ് ആ ലെവല്? ദൈവത്തിനു പോലും വന്നു വസിക്കാൻ പറ്റുന്ന ഒരു ഇടമായി മനുഷ്യ ശരീരം മാറി. കിട്ടിയോ? മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എന്താണത്? ദൈവത്തിനു പോലും വന്ന് വസിക്കാൻ. ഇപ്പോൾ ദൈവം എടുത്തിരിക്കുന്നത് ആരുടെ കണ്ണുകളാണ്? മനുഷ്യന്റെ കണ്ണുകളാണ്. അപ്പോൾ ഈ മനുഷ്യന്റെ കണ്ണുകൾക്ക് ഇപ്പോൾ സ്വർഗത്തോളം വിലയുണ്ട്. ഹല്ലേലൂയ. ഈശോ എടുത്തത്, അല്ലെങ്കിൽ ദൈവം എടുത്തത്, ദൈവപുത്രൻ എടുത്തത് ആരുടെ കാതുകളാണ്? മനുഷ്യന്റെ കാതുകള്. അപ്പൊ നമ്മുടെ കാതുകള് ചെറിയ സംഭവമല്ല. ദൈവത്തിന്റെ കാതുകളാകാൻ തക്കവിധം ഗുണമുള്ള കാതുകളാണ് ആരുടെ കാതുകള്? മനുഷ്യന്റെ കാതുകള്. ഈശോയ്ക്ക് എടുത്തത്, ഈശോ മാലാഖമാരുടെ നാവുമായിട്ടാണോ ഭൂമിയിൽ വചനം പ്രഘോഷിച്ചത്? അല്ല. ആരുടെ നാവുമായിട്ടാണ്? മനുഷ്യന്റെ നാവുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാവിന് ഏത് കപ്പാസിറ്റി ഉണ്ട്? ദൈവത്തിന്റെ നാവായി തീരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈശോ എടുത്തത് ആരുടെ കരങ്ങളാണ്? മാലാഖമാരുടെ കരങ്ങളാണോ? അല്ല, മനുഷ്യന്റെ കരങ്ങളാണ്. ഈ 5 വിരലുകൾ അല്ലേ? നമ്മുടെ ഇവിടം തുടങ്ങി എടുത്തു നോക്കിയാല് നമ്മുടെ ഷോൾഡർ, നമ്മുടെ കൈമുട്ട്, നമ്മുടെ വിരല്, ഇതിനെല്ലാം എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ദൈവത്തിന്റെ കരമായി മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. ഇനി നമ്മുടെ കാലുകൾക്ക് ആരുടെ കാലുകളായി മാറാനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്? ദൈവത്തിന്റെ കാലുകളായി മാറാൻ. അപ്പൊ ഇതൊക്കെ സംഭവിച്ചത് ഏത് പ്രവൃത്തി വഴിയാണ്? മനുഷ്യാവതാരം വഴിയാണ്. നമ്മൾ ഇങ്ങനെ ആയി തീർന്നത് എങ്ങനെയാണ്? ഇല്ലേ? നമ്മൾ ചോദിക്കൂലേ, ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ ആയി തീർന്നത്? അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ആയി തീർന്നത്, ഇത് എങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ ആയി തീർന്നതെന്ന് ചോദിക്കാറുണ്ടോ നിങ്ങളോട്? നീ എങ്ങനെയാടി ഇങ്ങനെ ആയത് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അത്ഭുതത്തോടെ ചോദിക്കാണ്, നീ എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നത് എന്ന് ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരവാണ് മനുഷ്യൻ എങ്ങനെയാണ് ഈ സ്വർഗത്തോളം ഉയർത്തപ്പെടുന്നവനായി മാറുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലേ, നമ്മള് 2 പത്രോസ് 1:3 വായിക്കുന്ന ഒരു വചനമുണ്ട്. 2 പത്രോസ് 1:3 വായിക്കുന്ന വചനം ഇങ്ങനെയാണ്: ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഏത് സ്വഭാവത്തിൽ? ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതിന് ദൈവം നമ്മെ ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഈ ക്രിസ്തുമസിന്റെ മൂല്യമെന്ന് പറയുന്നത്. അതാണ് ഞാനൊരു പുതിയ ലെവലായി. ഒന്ന് പറഞ്ഞേ, ഞാനൊരു ലെവലായി എന്നല്ല, ഞാനൊരു, അത് ശരിയാണച്ചോ, ഞാൻ ജീവിച്ച് ഒരു ലെവൽ, അത് നിങ്ങൾ പറയാറുണ്ട്. ആ ലെവലല്ല, ഞാനൊരു പുതിയ ലെവലായി. ഏത് കാഴ്ചപ്പാടില്? സ്വർഗത്തിന്റെ കാഴ്ചപ്പാടില് മനുഷ്യകുലം ഉയർത്തപ്പെട്ടു. അപ്പോ ആ ക്രിസ്തുമസ് നമ്മൾ അത് ചിന്തിച്ചിട്ട് വേണം. നക്ഷത്രം കാണുമ്പോ, നക്ഷത്രം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോ നമ്മൾ മനസ്സിലോർക്കണം, ഇതൊരു പുതിയ ലെവലായതിന്റെ ഓർമ്മയാണ്. ഒരു പുൽക്കൂട് കാണുമ്പോ ഓർക്കണം, എന്നെ കർത്താവ്
ഇനി ഈ അധമ വികാരങ്ങളിൽ പെട്ട് കഴിയേണ്ടവനല്ല, തിന്മയുടെ ആധിപത്യങ്ങളിൽ ദുരാശകളിൽ കഴിയേണ്ടവനല്ല, ഈ ചെളിക്കുണ്ടിൽ കഴിയേണ്ടവനല്ല. ദൈവം എന്നെ ഒരു പുതിയ ലെവലിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ക്രിസ്മസ് ട്രീ കാണുമ്പോ മനസ്സിൽ ധ്യാനിച്ചോളണം, ഇതെന്റെ പുതിയ ജീവിതത്തിന്റെ അടയാളമാണ്. ക്രിസ്മസ് ട്രീയുടെ കളർ എന്താണ്? പച്ചയാണ്, ജീവനാണ്. ചില ആളുകൾ ക്രിസ്തുമസ് ട്രീ കൊണ്ടുവന്നിട്ട് അതുമ്പോ മുഴുവനും കുമ്മായം തേച്ച് വെക്കും. കണ്ടിട്ടില്ലേ? എല്ലാ ഇലകളും ഒരു നല്ല പച്ച മരം എടുത്ത് വെട്ടിയിട്ട് അതിന്റെ ഇലകളൊക്കെ കളഞ്ഞിട്ട് എന്ത് പൂജി വെക്കും? കുമ്മായം പൂജി വെക്കും. പ്രിയപ്പെട്ടവരെ, കുമ്മായം പൂജി വെള്ള കളറല്ല ക്രിസ്മസ് ട്രീ. ആ വെള്ള എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഞ്ഞുകാലം അവസാനിച്ചു. മഞ്ഞുകാലം എന്ന് പറയുന്നത് ഒരു മരവിച്ചിരിക്കുന്ന കാലമാണ്, ഒരു മരണത്തിന്റെ ഒരു പ്രതീകം കൂടെയാണത്. ആ മഞ്ഞുകാലം, അതിൽ നിന്ന് ഈ മഞ്ഞ് മാറി പതുക്കെ പതുക്കെ ജീവൻ നാമ്പെടുക്കുന്നതിന്റെ, പച്ചപ്പ് വരുന്നതിന്റെ, പച്ചപ്പാണ് ജീവൻ, ഈ പച്ചപ്പ് വരുന്നതിന്റെ പ്രതീകമാണ് ക്രിസ്തുമസ് ട്രീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പൊ നമ്മളിൽ നിന്ന് മരവിപ്പ് മാറണം. ഏത് മരവിപ്പ് മാറണം? ആത്മീയ കാര്യങ്ങളിലുള്ള മരവിപ്പ്, പരസ്നേഹത്തിലുള്ള മരവിപ്പ്, ഇതൊക്കെ മാറി, മഞ്ഞ് മാറി ജീവൻ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങൾ, ഈ ആഘോഷം നടത്തുന്നത് ഒരു ചൂട് പിടിപ്പിക്കുന്നത് പോലെയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷം നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ആത്മാവിൽ ഒരു ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയാണ്. ഇക്കാര്യങ്ങളൊക്കെ, ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അല്ലാതെ ആഘോഷം നടത്തുന്നത് സാധാരണ കുടിക്കുന്നതിലും കൂടുതൽ മദ്യം കുടിക്കാൻ വേണ്ടിയല്ല. നമ്മളെ കർത്താവ് ഒരു പുതിയ ലെവലാക്കാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തതിനെ ഓർത്തുകൊണ്ട് നമ്മൾ കുടിച്ച് ഉള്ള ലെവൽ ഇല്ലാതെയാക്കും. ഇതാണ് മനുഷ്യന് പറ്റുന്ന തെറ്റെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പോൾ അതാണ് നമ്മുടെ ആഗമന കാലത്തിന്റെ ഒരു ആമുഖം അച്ഛൻ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്രയും പോരെ? മതിയോ? അപ്പൊ അതുകൊണ്ട് ആഗമന കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ എല്ലാവരും ഒരു തീരുമാനമെടുക്കുക. ഈ ക്രിസ്തുമസിനും ഈ ന്യൂ ഇയറിനും ഞങ്ങളുടെ വീട്ടിൽ മദ്യം വിളമ്പുകയില്ല, മദ്യം കുടിക്കുകയില്ല, മദ്യം കൊടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയ. പലരുടെയും കൈ പൊന്തണില്ലേ? എന്താ കൈ പൊന്താത്തത്? അത് ഞങ്ങൾ തീരുമാനിച്ചാ പോരാ. നിങ്ങൾ കുടിക്കൂല എന്ന് തീരുമാനിക്കുന്ന ഒരു കൈപൊക്ക്. ഇനിയിപ്പോ ശരി, എന്നിട്ടും ചിലര് പൊക്കിയിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിന്റെ നമ്മുടെ കണ്ണുകള് ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണി അത് വളരുകയാണ്. നമ്മളായിട്ട് ആ ഉണ്ണിയേശുവിന്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ കാണണം. കർത്താവ് മനുഷ്യാവതാരം എടുക്കുന്നത് ഇനി ആ ഉണ്ണിയിലല്ല, ഇനി വചനം മാംസമായി തീരുന്നതാരിലാണ്? പരിശുദ്ധ അമ്മയിലോ? എന്നിൽ, നമ്മിലാണ്. ഇനി വചനം മാംസമായി തീരുന്നത് എവിടെയാണ്? എന്നിലാണ്. അതുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട് ഇങ്ങനെ: പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ എന്നതുപോലെ എന്നിൽ വന്നാവസിക്കുകയും എന്നെ വചനത്തിന്റെ മറ്റൊരു മനുഷ്യാവതാരമാക്കി മാറ്റുകയും ചെയ്യണമേ. കേട്ടിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞു പഠിച്ചോ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ എന്നതുപോലെ എന്നിൽ വന്ന് നിറയുകയും എന്നെ വചനത്തിന്റെ മറ്റൊരു മനുഷ്യാവതാരമായി മാറ്റുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഇനി ഉണ്ണി ഈശോയല്ല വചനം മാംസമായി മാറിയത്. ഇനി ഉണ്ണി ഈശോയെ നോക്കിയിട്ടല്ല വചനം മാംസമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടത്. ഇനി നമ്മെ നോക്കി
ലോകം പറയണം ഇതാ വചനം മാംസം ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ നമ്മളിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. വചനത്തിന്റെ മറ്റൊരു മനുഷ്യാവതാരം നമ്മുടെ കാലഘട്ടത്തിലെ, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ വചനത്തിന്റെ മറ്റൊരു മനുഷ്യാവതാരം അത് ഞാനാണ്, അത് ഞാനാകണം. ഹല്ലേലൂയ. അതാണ് നീ ക്രിസ്തുവാകണം. നമ്മൾ ആരായിക്കൊണ്ടിരിക്കുകയാണ്? നമ്മൾ ആരായി തീരാനാണ് ആ വിലയിലേക്ക് വരുന്നത്? ക്രിസ്തുവായി തീരാൻ. നമ്മൾ ആരായി തീർന്നുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്? അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവര് പറയും, ദേ ആര് തിരികെ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, ആ വിലയിലേക്ക് നിങ്ങൾ എന്തിനാണ് എല്ലാ ആഴ്ചയും പോകുന്നതെന്ന് ചോദിച്ചാ എന്ത് പറയണം? ക്രിസ്തുവായി വളരാൻ വേണ്ടി പോവുകയാണ്. ഒരു പ്രാവശ്യം നിയോഗം എഴുതി കെട്ടിയിട്ടാ പോരെ, പിന്നെ അത് കിട്ടുമ്പോ നന്ദി പറയാൻ പോയാ പോരെ? ഒരാൾ പറഞ്ഞു, വച്ചാ ഞാൻ നിയോഗം എഴുതി കെട്ടിയിട്ടിട്ടുണ്ട്, ഇനി അത് സാധിച്ചു കിട്ടുമ്പോ നന്ദി പറയാൻ വരും. കെട്ടിയിട്ടിട്ടുണ്ട്, എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനി അത് ഞാൻ വീട്ടിലിരിക്കും, എനിക്കത് കിട്ടി കഴിയുമ്പോ ഞാൻ വരും. അച്ഛൻ പറഞ്ഞു, കെട്ടിയിട്ടതുപോലെ തന്നെ കിടക്കും. കിട്ടിക്കഴിഞ്ഞിട്ട് നന്ദി പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ വരണ്ട. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇത് കെട്ടിയിട്ടിട്ട് അത് കിട്ടിക്കഴിയുമ്പോ നന്ദി പറയാൻ വേണ്ടി വരാനുള്ളൊരു സ്ഥലമല്ല. നമ്മൾ ഇവിടെ വരുന്നത് ക്രിസ്തുവായി തീരാനാണ്, ഈശോയെ പോലെ ആയി തീരാനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ, ാണ് നമ്മൾ ക്രിസ്തുവായി മാറുന്നത്. ഒരു വചനം എടുക്കാം. 1 പത്രോസ് 4:1. 1 പത്രോസ് 4:1. നമ്മളിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മനോഭാവം മാറി നമുക്ക് ആരുടെ മനോഭാവം കിട്ടുകയാണ്? നമുക്ക് ആയുധമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിലുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് ഒരു ആയുധം നൽകപ്പെടുകയാണ്. ഏതാണ് ആയുധം? ക്രിസ്തുവിന്റെ മനോഭാവം. ആ മനോഭാവം നമ്മൾ കാണുന്ന ഒരിടമാണ് കാലിത്തൊഴുത്ത്. തന്നെ തന്നെ ശൂന്യനാക്കിയ ആ മനോഭാവം, തന്നെ തന്നെ എളിമയുള്ളവനാക്കിയ മനോഭാവം, ദാസന്റെ രൂപമെടുത്ത മനോഭാവം നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിന് ഒരായുധമായിരിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ മനോഭാവങ്ങൾ മാറ്റി നമ്മുടെ പദ്ധതികൾ, നമ്മൾ പറഞ്ഞു യേശുനാമം വിളിക്കുമ്പോൾ നമ്മുടെ പദ്ധതികളെ ഈശോയുടെ പദ്ധതികളുമായും നമ്മളുടെ ആഗ്രഹങ്ങളെ ഈശോയുടെ ആഗ്രഹങ്ങളുമായും നമ്മുടെ വികാരങ്ങളെ ഈശോയുടെ വികാരങ്ങളുമായും ചേർത്ത് വെക്കണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരു 8 എണ്ണം കഴിഞ്ഞിട്ട് 9ാമത്തെ ആഗ്രഹം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് 9ാമത്തെ ആഗ്രഹം? നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണം എന്നുള്ളതാണ്. വലത് കരമുയർത്തി വീശിക്കൊണ്ട് പറയാം, നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മളുടെ സ്വാഭാവിക ആഗ്രഹം എന്താണ്? എല്ലാം നമുക്ക് കിട്ടണം എന്നതാണ്. എനിക്ക് ഒരു കുറവും വരരുത് എന്നതാണ് നമ്മുടെ സ്വാഭാവികമായ ആഗ്രഹം. ഈ അല്ലേ, അങ്ങനെയല്ലേ? എനിക്ക് ഒരു കുറവും ഉണ്ടാകരുത്. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ പ്രാർത്ഥിച്ചതുപോലെ, ഈ ദേഹവും ഒരു ചേട്ടനാണ്, ഒരു 10-60
വയസ്സ്, ഒരു 55 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കിടക്കാൻ നേരത്തെ പ്രാർത്ഥിച്ചു. ഭാര്യയെ ഒരുമിച്ച് കിടക്കാണ്. കർത്താവേ, എനിക്ക് മാത്രം ഒരാപത്തും വരുത്തരുതേ. ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുമ്പോ ചേട്ടന്റെ വ്യക്തിപരമായ പ്രാർത്ഥന എന്താണ്? ഹല്ലേലൂയ. അപ്പൊ ഈ ചേച്ചി പറഞ്ഞു, താൻ പ്രാർത്ഥിച്ചോടോ. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കുറവും വരരുതെന്നാണ് നമ്മുടെ സ്വാഭാവികമായ ആഗ്രഹം. ഹല്ലേലൂയ. ഇനി അതിനെക്കുറിച്ച് ഈ ആത്മപരിത്യാഗത്തിന്റെ കുറച്ച് വഴികൾ, ഒരു 13 വഴികൾ പറയാം എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിച്ചതാണ്. ആ യാത്രയാണ് ഇപ്പോൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഒന്നാമതായി പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുന്നു. നമുക്ക് നമ്മളുടെ എതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് കണ്ണിന് പകരം കണ്ണെടുക്കാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഏത് നിയമമാണ് ജീവിക്കാൻ എളുപ്പമുള്ള നിയമം? ഏതാണ്? പുതിയ നിയമമാണോ ജീവിക്കാൻ എളുപ്പം? പഴയ നിയമമാണോ ജീവിക്കാൻ എളുപ്പം? അല്ലേ? ഏതാണ് ജീവിക്കാൻ എളുപ്പമുള്ള നിയമം? ഒന്നുകൂടി സ്വരത്തി പറഞ്ഞേ. അല്ല, പഴയ നിയമമാണ് ജീവിക്കാൻ എളുപ്പം. പഴയ നിയമം എന്താണ്? കണ്ണിന് പകരം, അതായത് ഒരു തെറി പറഞ്ഞു തിരിച്ചൊരു തെറി പറഞ്ഞു, തീർന്നു. അതല്ലേ എളുപ്പം? ഇങ്ങോട്ട് ശപിച്ചവരെ തിരിച്ചനുഗ്രഹിക്കാൻ എളുപ്പമാണോ? അല്ല. അപ്പൊ ഏത് നിയമമാണ് എളുപ്പം? പുതിയത് വേണ്ടായിരുന്നു. ശരിയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ വ്യഭിചാരം ചെയ്യരുത്. ഓക്കെ, ചെയ്യുന്നില്ല. പക്ഷെ പുതിയ നിയമം പറയാണ്, ആസക്തിയോടുകൂടെ ഒരാളെ നോക്കരുത്. ഇവിടെ ഇരിക്കുന്നവര് ഇനി വചന ശുശ്രൂഷ കഴിയാതെ ഒരാള് പോലും ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കരുത്. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്താ പറഞ്ഞത്? വ്യഭിചാരം ചെയ്യരുത്. ഇല്ല, ചെയ്യുന്നില്ല. നീ ഒരു വ്യഭിചാരശാലയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി നിനക്കൊരു അവിഹിത ബന്ധമുണ്ടാകരുത്, ഒരു പുരുഷനുമായി അവിഹിത ബന്ധമുണ്ടാകരുത്. ഇല്ല, വേണ്ട. പക്ഷെ പുതിയ നിയമം പറയുകയാണ്, നീ ആസക്തിയോടെ മൊബൈലിൽ, ഫോണിൽ വരുന്ന ഒരു വീഡിയോ പോലും നോക്കരുത്. ഏതാണ് എളുപ്പം? പുതിയ നിയമമാണോ എളുപ്പം? പഴയ നിയമമാണോ എളുപ്പം? പഴയതാ. പഴയ നിയമത്തിൽ പറയുന്നു, നീ കൊല്ലരുത്. ഇല്ല, ഞാൻ കൊല്ലുന്നില്ല. പുതിയ നിയമത്തിൽ പറയുന്നു, നീ നിന്റെ സഹോദരനോട് കോപിച്ചാൽ കൊലപാതകം ചെയ്യുന്നു. ചൂടാവാനും പാടില്ലേ? ഒന്ന് കോപിക്കാനും. ഏതാണ് എളുപ്പം? പഴയ നിയമമാണ് എളുപ്പം. പഴയ നിയമത്തിൽ പറയുന്നു, നീ വേറൊരാളുടെ കട്ടെടുക്കരുത്, അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയവന് തിരിച്ചു മേടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ പറയാണ്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ കുപ്പായം എടുത്തുകൊണ്ട് പോകുന്നവന്, മോളിലുള്ളത് എടുത്തുകൊണ്ട് പോകുന്നവന് അടിയിലുള്ളതും കൂടി എടുത്തു കൊടുക്കും. ഹല്ലേലൂയ. ഒരു കരണത്തടിക്കുന്നവന് പുതിയ നിയമം. പഴയ നിയമം പറഞ്ഞു, ഒരു കരണത്തടിച്ചാൽ നീ തിരിച്ച് അടിക്കാം, ഒരെണ്ണം അടിക്കാൻ പാടുള്ളൂ. ഏതാണ് എളുപ്പം? പഴയതാണ് എളുപ്പം. അപ്പോൾ പുതിയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മോട് പറയുകയാണ്, ആത്മപരിത്യാഗം ചെയ്യുക, പ്രതികാരം ചെയ്യാനുള്ള അവകാശം. നിനക്കെതിരെ കേസ് കൊടുത്താൽ നീയും കൊണ്ടുപോയി കേസ് കൊടുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നിന്റെ വഴി അടച്ചു കളഞ്ഞാൽ അവന്റെ വഴിയും അടച്ചു കളയാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. നിനക്കെതിരെ പരദൂഷണം പറഞ്ഞാൽ പറഞ്ഞവനെതിരെ, പറഞ്ഞവൾക്കെതിരെ തിരിച്ചു പറയാനുള്ള അവകാശം. ഹല്ലേലൂയ. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞത്, പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമ്മൾ ആവശ്യത്തിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക്
എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? പലതും നോക്കിയേ, കാലിത്തൊഴുത്ത് നല്ല ഉദാഹരണമാണ്. ഈശോയ്ക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടെ വന്ന് പിറക്കാൻ അവകാശമുണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി നമ്മൾ പറഞ്ഞു, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമുക്ക് എന്തുണ്ട്? ബഹുമാനിക്കപ്പെടാൻ, അറ്റ്ലീസ്റ്റ് നമുക്കെതിരെ ഇല്ലാത്തത് മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഉണ്ടോ? അപ്പോ നമുക്കെതിരെ അന്യായമായി ഒരു ദുരാരോപണം വരാതിരിക്കണം. ആരെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു പ്രാവശ്യം ഒരു പ്രതിപക്ഷ നേതാവ് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞു, ഒരു കേസ്, ഒരു ആരോപണം പറഞ്ഞു. അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ആരെ പേടിക്കും? രണ്ടുപേരും മരിച്ചുപോയി. ഹല്ലേലൂയ. അപ്പോ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? കൊണ്ടുപോയി മാനനഷ്ട കേസിന് കേസ് കൊടുത്തു. കോടതി വിധിച്ചു. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് നമ്മൾ ഇവിടെ പറയാൻ പാടില്ലെന്നാണ് നിയമം. ഹല്ലേലൂയ. കോടതി വിധിച്ചു 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. അത്ര അച്ഛൻ അറിഞ്ഞോട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വല്ലതും ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. കോടതി വിധിച്ചത് വരെ ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരാൾ നമുക്കെതിരെ നമ്മുടെ പേര് നശിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അതിന് പ്രതികാരം, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിന് നമുക്കെതിരെ പറയാൻ പാടില്ല. അങ്ങനെ കേസ് കൊടുത്തു, നഷ്ടപരിഹാരം കിട്ടി. നമ്മൾ എന്താണ് ഉപേക്ഷിക്കുന്നത്? നമുക്കെതിരെ മറ്റുള്ളവർ പറഞ്ഞ ദുരാരോപണങ്ങൾക്കെതിരെ പറയാനുള്ള അവകാശം എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. ഈശോയെ പ്രതി ശിഷ്യന്മാരങ്ങനെയാണ് ചെയ്തത്. ഈശോയെ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, യേശുനാമത്തെ പ്രതി അപമാനിക്കപ്പെടാൻ ഒരവസരം ലഭിച്ചതിനെ ഓർത്ത് അവർ ആത്മാവിൽ അത്യധികം സന്തോഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും എങ്ങനെയാണ് ചെയ്യുന്നത്? ഈശോയെ പ്രതി അപമാനിക്കപ്പെടാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതാണല്ലോ കിട്ടിയത്. ആ മുടിഞ്ഞവൾ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടി അവർക്ക് നശിച്ചു. ഹല്ലേലൂയ. ആ മനോഭാവത്തിന് എന്ത് പറ്റണം? ആത്മപരിത്യാഗം ചെയ്യണം. ഈശോ ആത്മപരിത്യാഗം ചെയ്തതുപോലെ നമ്മൾ ആത്മപരിത്യാഗം ചെയ്യുമ്പോൾ നമ്മൾ ആരെ പോലെയാകും? ഈശോയെ പോലെ ആയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഈശോയെ പോലെ ആയില്ലെങ്കിൽ നമ്മളുടെ ജീവിതം പാഴായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായി നമ്മൾ പറഞ്ഞു, ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. അല്ലേ? നമ്മുടെ കയ്യിലുള്ള കാശ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞു, ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത് ചാടാൻ വേണ്ടി 1.5 ലക്ഷം രൂപയുടെ കളി നടത്തുന്ന കാര്യവും 30 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ പണം ഉപയോഗിക്കാനുള്ളത്, ആ അവകാശം ഉപേക്ഷിക്കുന്നു. അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം നമ്മൾ ഉപേക്ഷിക്കുന്നു. അത് ആത്മപരിത്യാഗമാണ്. ശത്രുക്കളെ, നമ്മെ വെറുക്കുന്നവരെ തിരിച്ചു വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കും. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള അവകാശം, പ്രതികാരത്തിനുള്ള അവകാശം മാത്രമല്ല, അവരെ വെറുക്കാനുള്ള അവകാശം കൂടി ഉപേക്ഷിച്ചിട്ട് നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നവരായി, എന്നെ ശപിച്ചവരെ എനിക്ക് ഫ്രാൻസിസ് അസീസി പറഞ്ഞതുപോലെ, ഫ്രാൻസിസ് അസീസി ഇങ്ങനെ ചുറ്റി നടന്ന് ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞപ്പോ ആരോ വിളിച്ചു പറഞ്ഞു, എടാ ഭ്രാന്തൻ എന്ന് വിളിച്ചു പറഞ്ഞു. ഭ്രാന്തം വന്നാക്കണ്ട, ഭ്രാന്തം വന്നാക്കണം എന്ന് പറഞ്ഞു.
അപ്പോ ആരോ ഒരാളെടുത്ത് ഒരു കല്ലെറിഞ്ഞു, അല്ലേ? ഭ്രാന്തന്മാരെ കല്ലെറിയാവുന്ന കാലമായിരുന്നു. ഇപ്പൊ കല്ലെറിയാൻ പാടില്ല, അന്ന് കല്ലെറിഞ്ഞ കേസില്ല. അങ്ങനെയുള്ളവരെയൊക്കെ കല്ലെറിയാം. അപ്പോ 13-ാം നൂറ്റാണ്ടല്ലേ, ഒരാള് കല്ലെറിഞ്ഞു, ഒരു കൊച്ചു കല്ലെറിഞ്ഞപ്പോ എടാ ഭ്രാന്തൻ എന്നും പറഞ്ഞ് അടുത്ത ആള് കല്ലെറിഞ്ഞു. അപ്പോ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ഒരു കല്ലെറിയുന്നവർക്ക് ഒരനുഗ്രഹം, 2 കല്ലെറിയുന്നവർക്ക് 2 അനുഗ്രഹം, 3 കല്ലെറിയുന്നവർക്ക്. അപ്പൊ പിള്ളേര് പറഞ്ഞു, എടാ ഇയാൾക്ക് ശരിക്കും വട്ടാടാന്ന്. നമ്മെ കല്ലെറിയുന്നവർക്ക് തിരിച്ച് നമ്മൾ എന്തു കൊടുക്കും? അതാണ് പ്രിയപ്പെട്ടവരെ ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാലത്ത് സെബാസ്റ്റ്യനച്ചന്റെ പ്രഭാഷണത്തിൽ ഏസാവിനെ കുറിച്ച് പറഞ്ഞു. യാക്കോബ് തിരിച്ചു വരുമ്പോ ഏസാവിന് എന്തുകൊണ്ടും ഒരവകാശമുണ്ട്. എന്തിനുള്ള അവകാശം? തിരിച്ചു വരുന്നവന്റെ നേരെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇത്തിരി നേരം മുഖം വീർപ്പിച്ച് പിടിക്കാനുള്ള അവകാശമില്ലേ? ഉണ്ടോ? ഉണ്ട്. സഹോദരൻ വന്നിരിക്കുകയാണ്. സഹോദരൻ വന്നിരിക്കുകയല്ല, സഹോദരന് ക്യാൻസറാണ്. ഇളയ സഹോദരന് ക്യാൻസർ ആണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ മക്കള് ആരോ വിളിച്ച് മൂത്ത സഹോദരന്റെ വീട്ടിൽ അറിയിച്ചു, ക്യാൻസർ ആണ്, 4th സ്റ്റേജിലാണ്, ഇത്തിരി കൂടുതലാണ്, കുറച്ചു നാളായിട്ട് വിഷമത്തിൽ കഴിയുന്നതാണ്. ഈ രോഗം വന്നപ്പോഴെങ്കിലും ഒന്ന് അനുരഞ്ജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ വിളിച്ച് പറഞ്ഞതാണ്, വീട്ടിൽ അറിയിച്ചതാണ്. അപ്പൊ മൂത്ത ചേട്ടൻ പറഞ്ഞു, എനിക്ക് എന്നോട് ചെയ്ത ചതിക്കും വഞ്ചനയ്ക്കും അവന് 4th സ്റ്റേജ് വന്നാ പോരാ, അവന് 10ാമത്തെ സ്റ്റേജ് വരണമെന്ന്. കാരണം അപ്പൻ മരിച്ചത് ഇളയ മകനായിരുന്നു. തറവാട്ടില് മരിക്കാൻ കിടന്നപ്പോ ചേട്ടൻ വേണ്ടി വെച്ചിരുന്ന ഒരു 10 സെന്റ് സ്ഥലം കൂടെ സൂത്രത്തില് അനിയൻ കൈവച്ച് ഒപ്പൊക്കെ ഇടിച്ച് മേടിച്ചെടുത്തതിന്റെ, അപ്പം മരിച്ചിട്ട് ഇപ്പൊ 15 കൊല്ലമായി. പക്ഷേ അതിന്റെ വൈരാഗ്യം മാറിയിട്ടില്ലാത്തത് കൊണ്ട് അവന് ക്യാൻസർ വന്നാ പോരാ, അവൻ ചീഞ്ഞു നാറി മരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും എന്ന് പറയുന്ന ആളുകള് ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ കാണാൻ ഈ ചേട്ടൻ പോവില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഇനി അവന് അസുഖമാണെന്നും പറഞ്ഞ് നിങ്ങൾ കെട്ടിയെടുത്തോണ്ട് പോകണ്ടെന്ന് ഭാര്യയോടും മക്കളോടും കൂടെ പറഞ്ഞു. കാരണമേ അവൻ ചതിച്ചവനാണ്. അപ്പനെയും ചതിച്ചു, എന്നെയും ചതിച്ചു. 10 സെന്റ് സ്ഥലത്തിന് സഹോദരൻ ആ രക്തത്തിന്റെ വിലയേക്കാൾ വിലയുണ്ടെന്ന്. ഒരു സഹോദര ബന്ധത്തിന്റെ വിലയേക്കാൾ 10 സെന്റിന് വിലയുണ്ടല്ലോ, അല്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 10 സെന്റ് അല്ല, 5 സെന്റിന് അതിൽ കൂടുതൽ വില കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോ പറഞ്ഞു വന്നത്, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം, നമ്മെ വെറുത്തവരെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ആത്മപരിത്യാഗം എന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ചതിന്റെ ഏറ്റവും നല്ല മാതൃക, അങ്ങനെ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പോലെ ആകുന്നത്. നമ്മൾ പഴയ നിയമത്തില് ദൈവത്തെ ഇസ്രായേൽ ജനത എത്ര പ്രാവശ്യമാണ്? 10 പ്രാവശ്യം വെറുപ്പിച്ചതിന്റെ വചനഭാഗങ്ങളുണ്ട്. ദൈവം ഇങ്ങനെ ഈ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് നമുക്കറിയാം. അവരുടെ വെള്ളം രക്തമാക്കി ഈച്ചകൾ കൊണ്ടുവന്നു, പ്രാണികൾ കൊണ്ടുവന്നു, ഇടിമിന്നലയച്ചു. അങ്ങനെ അവസാനം ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെ കൂടെ വധിച്ചിട്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇസ്രായേൽ, നീ എന്റെ വത്സല മകൻ എന്ന് പറഞ്ഞ്, വത്സല ഓമനക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് മോചിപ്പിച്ച ഈ ജനത 10 പ്രാവശ്യം ദൈവത്തെ വെറുപ്പിച്ചതിന്റെ കഥയുണ്ട്. ഈ 10 പ്രാവശ്യം വെറുപ്പിച്ചിട്ടും പിന്നെയും 10 പ്രാവശ്യം വെറുപ്പിച്ചു എന്ന് പറഞ്ഞാൽ 10 മാത്രമല്ല, അതിനെ നമ്മൾ എത്ര ഗുണമിട്ട് ഗുണിച്ചാലും കുഴപ്പമില്ല, ഇല്ലേ? ഒരു ഉദാഹരണം പറയാം. അവര് ചെങ്കടലിന്റെ മുമ്പിൽ അവര് നിൽക്കുമ്പോൾ
ഇതാ മുൻപിൽ ചെങ്കടൽ, പിറകിൽ സൈന്യം വന്ന് നിൽക്കുകയാണ്. അപ്പൊ തന്നെ അവര് പറഞ്ഞു, ഈ മരുഭൂമിയിലിട്ട് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോടാ മോശെ നീയും അഹറോനും കൂടെ ദൈവത്തിന്റെ നാമത്തിൽ വന്ന് അവിടെ കുഴിമാടങ്ങളില്ലാഞ്ഞിട്ടാണോ ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് മോശയുടെ കോളറിന് പിടിച്ചു. ദൈവം ക്ഷമിച്ചു. ദൈവം ക്ഷമിച്ചു. അവരെ ശിക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ചെങ്കടൽ വിഭജിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി? തനിക്കെതിരെ പിറുപിറുത്തവർക്ക് വേണ്ടി ചെങ്കടൽ വിഭജിച്ചു കൊടുത്തു. നമ്മളാണെങ്കിൽ കൊടുക്കോ? നമുക്കെതിരെ ദൂഷണം പറയുന്നവർക്ക് വേണ്ടി, ഒരു നന്മയുണ്ടാകാൻ വേണ്ടി നമ്മൾ 10 സെന്റ് സ്ഥലം വിട്ടുകൊടുക്കോ? ഇല്ല. ഞാൻ മര്യാദക്കാണെങ്കിൽ എന്തെങ്കിലും തരാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് നിന്റെ തോന്നിവാസം, ഇനി പോയി പണി നോക്കുന്നു പറയും. അല്ലേ? നീ മര്യാദക്കൊക്കെ നിന്നിരുന്നെങ്കിൽ ഞാൻ നിനക്ക് എന്തെങ്കിലും തന്നേനെ. ഞാൻ തരാന്ന് വിചാരിച്ചപ്പോ നീ തണ്ട് പറയുന്നു, എന്നാ നീ പോയി പണി നോക്കും എന്ന് പറയുന്നവരാണ് ആര്? നമ്മൾ. പക്ഷേ തന്നോട് തണ്ട് പറഞ്ഞ ജനത്തിന് വേണ്ടി ചെങ്കടൽ വിഭജിച്ചു കൊടുക്കുകയാണ് ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ ആ ചെങ്കടൽ വിഭജിച്ച ദൈവത്തിന്റെ മക്കളായി നിങ്ങൾ മാറുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും അവര് മാറാ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 23, 24 തിരുവചനങ്ങളാണ്. പുറപ്പാട് 15, 23, 24 തിരുവചനങ്ങൾ വായിക്കാം. അവർ മാറാ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറാ എന്ന് പേര് നൽകപ്പെട്ടു. തുടർന്ന് വായിച്ചേ. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കോടാ? ഈ വെള്ളം തരാൻ വേണ്ടിയാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? തേനും പാലും ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ട് തേനും പാലും ഒഴുകുന്നത് കുടിക്കാൻ വേണ്ടി വന്നവർക്ക് കയ്പുള്ള ജലം, കലക്ക വെള്ളം, ഇതാണോടാ തേനും പാലും എന്ന് പറഞ്ഞ് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം എന്തു പറയാണ്? ആ വെള്ളത്തിലേക്ക് ഒരു വടിക്കഷ്ണം എടുത്തിട്ടിട്ട് ആ വെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കി മാറ്റിക്കൊടുക്കുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. അല്ലേ? മറുതല പറഞ്ഞവർക്ക്, തിരിച്ചു പറഞ്ഞവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ പറഞ്ഞത്, വെറുക്കാനുള്ള അവകാശം ആരുപേക്ഷിച്ചു? ദൈവം ഉപേക്ഷിച്ചു. എന്നിട്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു ഉദാഹരണം, പുറപ്പാടിന്റെ പുസ്തകം 16, 2, 3 തിരുവചനങ്ങൾ. സിൻ മരുഭൂമിയിലാണ്. വായിക്കാം. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. എന്ത് പറഞ്ഞാണെന്നറിയാവോ? ഇത്തിരി ഇറച്ചി പോലും ഇല്ലല്ലോ, എത്ര ദിവസമായി പച്ചക്കറി കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ ചിക്കനും ഒന്നും കിട്ടാനില്ല, ഇവിടെ മട്ടനും ചിക്കനും ഒന്നും ഇല്ലേ, ഈ എന്താണ് ഈ മന്ന കഴിച്ച് ഈ വിലകെട്ട അപ്പം കഴിച്ച് ഞങ്ങൾ മടുത്തു. ആ ഈജിപ്തിലായിരുന്നപ്പോ ഉണ്ടല്ലോ, അടിമപ്പണി ആയിരുന്നെങ്കിലും എല്ലാ ഞായറാഴ്ചയും ഉള്ളിക്കറിയും ഇറച്ചിയും ഒക്കെ കിട്ടുമായിരുന്നു. ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തു. വായിച്ചേ. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തിപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ ആ ഇറച്ചി തിന്നോണ്ടിരിക്കുമ്പോ ചത്താ മതിയായിരുന്നു. അത് പറയണേ. അവർക്ക് കർത്താവല്ല വലുത്. എന്താ വലുത്? ഇറച്ചിയാണ്. അവർക്ക് കാനാൻ ദേശമല്ല വലുത്. എന്താണ് വലുത്?
ഇറച്ചി ഇവിടെ ഉള്ള തീറ്റയും കൂടിയാണ് അവർക്ക് വലുത്, സ്വർഗരാജ്യമല്ല. അപ്പോൾ അത് മതിയായിരുന്നു എന്ന് പറഞ്ഞ, എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇട്ട് പട്ടിണിക്കിട്ട് കൊല്ലാനാണോ? അവർക്ക് പട്ടിണിയൊന്നുമില്ല, ഇഷ്ടംപോലെ മന്ന കിട്ടുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് ഇത് പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് വെറുക്കുന്ന ദൈവത്തെ ശപിക്കാണ്. അവിടെ ഇട്ട് കൊല്ലാമായിരുന്നില്ലേ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതൊരു ശാപവാക്കാണ്. ആരെയാണ് ശപിക്കുന്നത്? ദൈവത്തെയാണ് ശപിക്കുന്നത്. ആരെയാണ് നിന്ദിക്കുന്നത്? ഇല്ലേ? ഇപ്പോ ചില ഇതിലും ഭേദം നിനക്കെന്നെ കൊല്ലാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് എന്താണത്? അതൊരു ശാപവാക്കാണ്. എത്ര വലിയ നിന്ദയാണ്. ഒരു കൊച്ച് 19 വയസ്സായി. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ബൈക്ക് മേടിക്കണം. അപ്പോ ഇപ്പൊ 1.5 ലക്ഷത്തിന്റെ കാലം കഴിഞ്ഞു. 2.25 ലക്ഷത്തിന്റെ ബൈക്കാണ് അവന് വേണ്ടത്. അപ്പൊ അപ്പം പറഞ്ഞു, എടാ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു പഴയ ഒരു 10,000 രൂപക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കിട്ടും. സെക്കൻഡ് ഹാൻഡ് തന്റെ ഓക്കെ. അപ്പോ അപ്പനൊടുവിൽ പറഞ്ഞു, നിനക്ക് ബൈക്കൊന്നും മേടിച്ച തൽക്കാലം മനസ്സില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിങ്ങനെ റേസ് ആയിക്കൊണ്ടിരിക്കുക. അവസാനം ചോദിക്കാണ്, വയറ്റിൽ വെച്ച് എന്നെ കൊന്നു കളയാമായിരുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, അത് എത്രയോ വലിയൊരു നിന്ദാവചനമാണെന്നതുപോലെ ദൈവത്തോട് പറയുകയാണ്, ഈജിപ്തിൽ വെച്ച് ആ ഇറച്ചി തിന്നുകൊണ്ടിരുന്നപ്പോ, അതിന്റെ ചുറ്റുപാട് ഇരുന്നപ്പോ കൊന്നുകളയാമായിരുന്നില്ലേ എന്ന്. അങ്ങനെ പറഞ്ഞ ജനത്തിന് വേണ്ടി ദൈവം പറയാണ്, കൂൾ ഡൗൺ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എല്ലാവർക്കും വേണ്ടി കാടപ്പക്ഷികൾ ഇന്ന് കടലിൽ നിന്ന് പറന്നു വരും. നിങ്ങൾ അത് കൊന്ന് തിന്നോ, ഛർദിക്കുന്നത് വരെ തിന്നോ എന്ന് പറഞ്ഞു കൊടുക്കാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് വെറുക്കാനുള്ള അവകാശം ആരുപേക്ഷിച്ചു? ദൈവം. എന്നിട്ട് അവര് പിറുപിറുത്തുകൊണ്ട് ശപിച്ചുകൊണ്ട് ചോദിച്ചത് അവർക്ക് ഈശോ ഗ്രാന്റ് ചെയ്ത് കൊടുക്കാണ്. ഇതാണ് ദൈവം. അങ്ങനെ ഇങ്ങനെയുള്ള ഈ വചനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ വെറുക്കാതെ അനുഗ്രഹിച്ചാൽ നിങ്ങൾ ഈ ദൈവത്തിന്റെ മക്കളായി മാറും. അപ്പോ ഈശോ ദൈവത്തിന്റെ മകനായിരിക്കുന്നത് പോലെ നമ്മളും മക്കളായി മാറും. നമുക്കെതിരെ പിറുപിറുക്കുന്നവരെ ശപിക്കുന്നവരെ എന്ത് ചെയ്യാ? സ്വരമില്ലല്ലോ, എന്ത് ചെയ്യാ? വല്ലതും നടക്കോ? നടന്നാലും നടന്നില്ലല്ലോ നമുക്ക് പറയാം. ഹല്ലേലൂയ. അടുത്തത് നാലാമതായിട്ട് പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങൾ. പുറപ്പാട് 16-ാം അധ്യായം 19-ഉം 20-ഉം വായിച്ചേ. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത് എന്ന് പറഞ്ഞാൽ മന്ന ശേഖരിക്കുന്നതിലെ ഒരു നിയമമാണ്. ഇന്ന് ശേഖരിക്കുന്നത് ഇന്ന് കഴിച്ചോളണം, ഒരു നിയമമാണ്. നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. എന്നിട്ട് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്തു മോശമായി. മോശ അവരോട് പോയി, നാളത്തേക്ക് വെക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞു, നാളെ വെച്ചു. പിന്നെ കർത്താവ് പറഞ്ഞു ശാബത്തില്, അപ്പൊ അതൊന്ന് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. നാളത്തേക്ക് വെക്കരുതെന്ന് പറഞ്ഞ വെക്കും. അടുത്തത് പുറപ്പാടിന്റെ പുസ്തകം 16, 25 മുതൽ 28 വരെ. മോശ പറഞ്ഞു, കർത്താവിന്റെ വിശ്രമ ദിനമാകയാൽ നിങ്ങൾ അത് ഭക്ഷിച്ചു കൊള്ളുവിൻ. പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല. തലേന്ന് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചോളം പറഞ്ഞു. 6 ദിവസങ്ങൾ നിങ്ങൾ ശേഖരിക്കണം. 7-ാം ദിവസം സാബത്താകയാൽ അതുണ്ടാവുകയില്ല. ഇനി ആളുകൾ എന്ത് ചെയ്തു? 7-ാം ദിവസം അപ്പം ശേഖരിക്കാൻ പുറത്തിറങ്ങി. അപ്പോ അവസാന വചനം പറയാണ്, അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? എന്നിട്ടും ദൈവം പിന്നെ പിറ്റേ ദിവസം മന്ന കൊടുത്തോ ഇല്ലയോ? കൊടുത്തു. നമ്മളായിരുന്നെങ്കിൽ ഇന്നലെ നിന്നോട് സൂക്ഷിച്ചു വെക്കരുതെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞാണ്. എന്നിട്ട് നീ സൂക്ഷിച്ചു വെച്ചു. അന്ന് ഇനിയില്ല. പറഞ്ഞാ കേൾക്കാത്തവന്
പുകഞ്ഞ പള്ളി. ദൈവം അങ്ങനെയല്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മെ കുറിച്ച് പുകഞ്ഞ പള്ളി പുറത്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ ഹല്ലേലൂയ. അടുത്തത് റഫീദിം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഏതാണ് സ്ഥലം? റാപ്സൻ അല്ല, റഫീദിം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെള്ളമില്ലാതെ ആയപ്പോ അച്ഛൻ തന്നെ വായിക്കാം. ഉറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം അച്ഛൻ വായിക്കുന്നത് 1, 3, 7 ഈ 3 വചനങ്ങളാണ് വായിക്കുന്നത്. ഇസ്രായേൽ സമൂഹം മുഴുവൻ സിൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് റഫീദീമിലെത്തി. അവിടെ അവർക്ക് വെള്ളമില്ല. ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാതിപ്പെട്ടു. നീ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പുറത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച് ചാകട്ടെ എന്ന് കരുതിയാണോ? ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ, ദൈവം ഉണ്ടോ ഇല്ലയോ, എവിടെ വെള്ളം എന്ന് ചോദിച്ചത് കൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഇങ്ങനെ വെള്ളം തന്നു കൊല്ലണോ എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ കർത്താവ് എന്താ ചെയ്തത്? പാറ പിറന്ന് അവർക്ക് വെള്ളം കൊടുത്തു. കർത്താവ് പറഞ്ഞു, ഞാൻ ആ പാറപ്പുറത്ത് നിൽക്കും, നീ നിന്റെ വടി കൊണ്ടടിക്കുക. അച്ഛൻ ചോദിക്കട്ടെ, പാറപ്പുറത്ത് കർത്താവ് നിൽക്കുമ്പോ മോശ വടിയെടുത്തുയർത്തി അടിക്കുമ്പോ വടി എവിടെയാണ് കൊള്ളുന്നത്? അവന്റെ ചങ്കിലാണ് കൊള്ളുന്നത്. അവന്റെ ചങ്ക് പിളർന്നാണ്, പാറ പിളർന്നല്ല, അവന്റെ ചങ്ക് പിളർന്ന് അവിടുന്ന് വെള്ളം കൊടുത്തത് ആർക്കു വേണ്ടിയാണ്? തന്നെ ദൈവം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് പരിഹസിച്ചവർക്ക് വേണ്ടിയാണ്. നിന്നെ പരിഹസിച്ചവർക്ക് വേണ്ടി നീ ചങ്ക് പിളർന്ന് വെള്ളം കൊടുക്കുമ്പോ, ഹൃദയം കൊടുക്കുമ്പോ, സ്നേഹം കൊടുക്കുമ്പോ നീ ആരെ പോലെയാകും? ഈശോയെ പോലെയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ വെറുപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. 7-ാമത്തെ പരീക്ഷണം സ്വർണ്ണക്കാളക്കുട്ടിയുടേതാണ്. പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങളാണ്. അവ വാങ്ങി മൂശയിലൊരുക്കി അഹറോൻ, നമുക്കറിയാം, മോശ മലമുകളിലേക്ക് പോയി 40 ദിവസം 40 രാവും പകലും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനം പറയാണ്, കാനാൻ ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരുത്തൻ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ മരുഭൂമിയിൽ കിടക്കുന്നു, അവന്റെ പൊടി പോലും ഇല്ല. കൊണ്ടുവരാമെന്ന് പറഞ്ഞവനെ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞവനെ കാണാനില്ല. പത്രത്തിൽ പരസ്യം കൊടുക്കാം. ആരെ കാണാനില്ല? മോശയെ കാണാനില്ല. അപ്പോ ഇവർക്ക് മടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ വേണം. അഹറോൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലും കാലിലുള്ളതൊക്കെ ഊരിത്ത. അങ്ങനെ ഊരിക്കൊടുത്തു. അഹറോൻ അത് വാർത്തെടുത്തു, സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അതിന്റെ ചുറ്റും നിന്ന് ഇവര് ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവൻ ഇതാണെന്ന് പറഞ്ഞു. ഞങ്ങളെ രക്ഷിച്ചത് യഹോവയല്ല, ഞങ്ങളെ രക്ഷിച്ചത് ദൈവമല്ല, ഞങ്ങളെ രക്ഷിച്ചത് ഈ കാളക്കുട്ടിയുടെ രൂപത്തിലുള്ള ദേവനാണെന്ന് പറഞ്ഞ് ഇവര് ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ദൈവനിന്ദയാണ്, എത്ര വലിയ ദൈവനിന്ദയാണ്. എന്നിട്ടും പിറ്റേ ദിവസവും ദൈവം അവർക്ക് വേണ്ടി മന്ന കൊടുത്തു. പിറ്റേ ദിവസവും ദൈവം അവർക്ക് വേണ്ടി വെള്ളം കൊടുത്തു. അതിനുശേഷവും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഹല്ലേലൂയ. അടുത്തത് തബേറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുകയാണ്. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിന്റെ ചില ഭാഗങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സ്ഥലത്ത്
ഇറച്ചിക്ക് വേണ്ടി കരയുന്ന മറ്റൊരു സ്ഥലമാണ്. അതാണ് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 5-11 തിരുവചനങ്ങൾ. അതിനെ വിടുകയാണ്. 10-ാമത്തേത്, വാഗ്ദാന ദേശത്തേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞ് അവര് ദൈവത്തിനെതിരെ പിറുപിറുത്തു. നമുക്ക് തിരിച്ചു പോകാം, വേറൊരു നേതാവിനെ തെരഞ്ഞെടുത്ത് നമുക്ക് വീണ്ടും ഈജിപ്തിലേക്ക് പോകാം. ഏതടിമത്തത്തിൽ നിന്നാണോ നമ്മൾ രക്ഷപ്പെട്ടു വന്നത്, നമുക്ക് അവിടേക്ക് തന്നെ പോയി ആ ഈജിപ്തിലെ ഫറവോയെ അഭയം പ്രാപിക്കാമെന്ന് പറയുന്ന ഒരു പിറുപിറുപ്പ്. നിങ്ങളത് സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ വായിച്ചാൽ മതി. 12 പേര് 40 ദിവസം കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവര് പറഞ്ഞു, കാനാൻ ദേശത്തുള്ളവര് ഭയങ്കരന്മാരാണ്, നമുക്കവരെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല, നമ്മൾ അവരുടെ മുൻപിൽ വെട്ടിലുകളെ പോലെയാണ്, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ അവര് നമ്മളെ വിഴുങ്ങിക്കളയും, തീർത്തുകളയും എന്ന് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവര് നമ്മളെ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തപ്പോ, അല്ലെങ്കിൽ തന്നെ പേടിയുള്ളവരാണ് അല്ലേ, നമ്മൾ അല്ലെങ്കിൽ തന്നെ പേടിയുള്ളവരാണ്. ഇന്ന് രാത്രി ഒരു എന്താണ് ഉൽക്കെ മോളിന്ന് നടക്കും, പണ്ടൊക്കെ പറയുമായിരുന്നില്ലേ മോളിന്ന്, അല്ലെങ്കിൽ ഇന്ന് രാത്രി ലോകം അവസാനിക്കും എന്ന് പറഞ്ഞാ നിങ്ങൾ ശാന്തമായിട്ട് ചായയും കുടിച്ച് കിടന്നുറങ്ങോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവര് പറഞ്ഞു, അപ്പൊ ദൈവത്തെ വീണ്ടും പരീക്ഷിക്കുക. ഈ ജനത്തിന് വേണ്ടി ദൈവം വീണ്ടും അനുഗ്രഹം കൊടുത്തു. അപ്പൊ പറഞ്ഞു വരുന്നത്, അച്ഛന 10 കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ദൈവത്തെ ഇത്രമാത്രം ഇവർ പരീക്ഷിച്ചിട്ടും പ്രലോഭിപ്പിച്ചിട്ടും ദൈവം അവരെ തിരിച്ചു വെറുക്കുന്നതിന് പകരം അവരെ അനുഗ്രഹിച്ച് 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 കൂടെ കൂട്ടുകയാണ്. ഹല്ലേലൂയ. അപ്പോ ശപിക്കുന്നവർക്ക് വേണ്ടി, നമ്മെ വെറുക്കുന്നവർക്ക് വേണ്ടി, നമുക്കെതിരെ പിറുപിറുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സഹായം ചെയ്തു കൊടുക്കുമ്പോ നമ്മൾ ആരെ പോലെ ആവുകയാണ്? നടക്കോ? നടക്കോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമം മതിയായി. നമ്മെ വെറുക്കുന്നവരെ തിരിച്ചു വെറുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയാവോ? നമ്മെ വെറുക്കുന്നവരെ തിരിച്ചു വെറുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയാവോ? പറയൂ. നമ്മെ വെറുക്കുന്നവരെ തിരിച്ചു വെറുക്കുമ്പോൾ നമ്മളെ നോക്കി നമ്മളെ നോക്കി മുഖം വീർപ്പിച്ചവരെ നോക്കി തിരിച്ച് മുഖം വീർപ്പിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? ചേട്ടൻ പറയട്ടെ. ഇത് ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു സുഖം കിട്ടും. നമുക്ക് ഒരു സൈക്കോളജിക്കൽ സുഖം കിട്ടും. അവൻ എന്നെ നോക്കി ഇന്നാള് ഇങ്ങനെ മുഖം കറുപ്പിച്ചതാണ്, ഇന്ന് എനിക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോ ഞാനും കണ്ണുരുട്ടി നോക്കി. അങ്ങനെ വേണ്ടല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സൈക്കോളജിക്കൽ സുഖം കിട്ടി. എന്നെ വെറുത്തവരെ ഞാനും. ഹല്ലേലൂയ. ആ സുഖമ അല്ലാതെ വേറൊന്നും കിട്ടാൻ പോണില്ല. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞ് നമ്മൾ ക്യാൻസർ രോഗിയായി മാറും. അതാ കിട്ടാൻ പോകുന്നത്. പക്ഷെ താൽക്കാലികമായി എന്ത് കിട്ടും? ഒരു സുഖം കിട്ടും. ഹല്ലേലൂയ. ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കുമ്പോൾ എന്ത് കിട്ടും? എന്നോടെ അവള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു, അപ്പൊ ഞാൻ അവൾക്ക് തിരിച്ച് 4 എണ്ണം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി അവൾ അങ്ങോട്ട് അടങ്ങി. എന്ത് കിട്ടി? ഒരു സുഖം. എന്ത് സുഖം? ഒരു മാനസിക സുഖം. ദ്രോഹിക്കുന്നവരെ തിരിച്ച് ദ്രോഹിക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു സുഖം കിട്ടും. ഇല്ലേ? നമുക്ക് ഭാരപണിത് അവർക്ക് തിരിച്ച് ഭാരപണിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കിട്ടോ ഇല്ലയോ? കിട്ടും. ഇല്ലേ? ഇല്ല, കിട്ടും. അച്ഛൻ ഗ്യാരണ്ടി. താൽക്കാലികമായ ഒരു സുഖം കിട്ടും. അപ്പോ ആ സുഖം കിട്ടുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഈശോ പറയാണ് നിങ്ങൾ ആ സുഖം ഉപേക്ഷിക്കണം. ആത്മപരിത്യാഗം. നമ്മൾ പറയാറില്ലേ, എനിക്കാ നന്ദി കെട്ടവന്റെ മുഖം കാണുന്നത് തന്നെ വെറുപ്പാണ്. എനിക്കാ ദുഷ്ടയുടെ പേര് കേൾക്കുമ്പോ തന്നെ
തിളച്ചു കയറും. ഹല്ലേലൂയ. എന്നെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ട് അവൾ ഒന്നും അറിയാത്തതുപോലെ എന്റെ മുമ്പിൽ വന്ന് നാടകം കളിക്കാണ് അല്ലേ? എന്നിട്ട് എന്നോട് ഒന്ന് ചോദിക്കാണ്, ചേച്ചി സുഖമാണോ? അവൾ എന്റെ ഭർത്താവിനെ ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ എന്നോട് വന്ന് ചോദിക്കാണ്, സുഖമാണ്? ഹല്ലേലൂയ. എനിക്ക് അവൾ സുഖമാണോന്ന് ചോദിച്ചപ്പോഴേ കഴുത്ത് ചരിച്ച് കൊല്ലാനാണ് തോന്നിയത്. എന്റെ ഭർത്താവിന് അവൾ ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്റെ ഫോട്ടോയും അയക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് ചോദിക്കാണ്, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാന്നാണ് അവളുടെ വിചാരം. ഞാൻ പിന്നെ എന്നിട്ട് ചേച്ചി എന്ത് ചെയ്തു? ഞാൻ സുഖമാണെന്ന് പറഞ്ഞു. കാണിച്ചു തരാടി എന്നാണ് മനസ്സിൽ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു 2 ലക്ഷം രൂപ തട്ടിയെടുത്ത ആള്, നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞു നടക്കുന്ന ആള്, നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങളാണ് പറ്റിച്ചതെന്ന് പറഞ്ഞു നടക്കുന്ന ആള്, നിങ്ങളുടെ പറമ്പിന്റെ അതിരിൽ വെച്ച റബ്ബർ, മാവ്, പ്ലാവ്, അതിന്റെ മുമ്പിൽ മണ്ണെണ്ണ ഒഴിച്ച ആള്, അങ്ങനെയില്ലേ? അതിര് കൃഷി എന്ന് പറയുന്ന ഒരു കൃഷി ഉണ്ടല്ലോ. സ്ഥലം മേടിച്ച് ആദ്യം തന്നെ അതിരി കൊണ്ടുപോയി പ്ലാവ് വെക്കും. അപ്പൊ അയൽവക്കത്തുകാരനും ബുദ്ധി ഉണ്ടല്ലോ, അയാൾ ഇതിൽ കൊണ്ടുവന്ന് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു. അത്ര ഹല്ലേലൂയ. അയാളെ കാണുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്ത് കയറും? തിളച്ച് കയറും. നിങ്ങളുടെ വളർച്ചയിൽ അസൂയാലുവായ ആള്, അയാൾക്ക് ഇങ്ങനെ കാശൊക്കെ ഉണ്ടായപ്പോ എന്തോ കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഇനി ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെതിരെ മത്സരിക്കുന്ന ആള്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ, നമ്മൾ കാണുമ്പോ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കും. പിന്നെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് അടുത്ത സ്ഥാനാർത്ഥി കയറി വരുന്നത്. പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കുമല്ലേ? അല്ല, അച്ഛനെ കാണാൻ വേണ്ടി വന്ന, വോട്ട് ചോദിക്കാൻ വേണ്ടി. അച്ഛൻ എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്നോടും പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യാൻ. അച്ഛൻ വോട്ട് ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ, ആർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കഥ ഗ്ലാഡിസ്റ്റൈനെ കുറിച്ചും, ഗ്ലാഡിസ്റ്റൈൻ തന്റെ ഭർത്താവിനെയും മക്കളെയും ചുട്ടുകൊന്നവരെ വേണ്ടി പ്രാർത്ഥിച്ചതിനെ കുറിച്ചും, വിശുദ്ധ റീത്തായുടെ കഥയെക്കുറിച്ചും ഒക്കെ അച്ഛൻ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ നമ്മൾ ഈ വെറുക്കുന്നവരെ തിരിച്ചു വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുന്നതിന്റെ വചനഭാഗങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. സാവൂള് മരിച്ചപ്പോ ദാവീദ് കരഞ്ഞതിനെ കുറിച്ച് പറഞ്ഞതാണ്. തന്നെ കൊല്ലാൻ അന്വേഷിച്ച മകൻ അബ്സലോം മരിച്ചപ്പോ ദാവീദ് കരഞ്ഞതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? ഈ വെറുക്കുന്നവരെ തിരിച്ച് വെറുക്കാതെ അനുഗ്രഹിക്കുന്ന കാര്യം ഇനി രണ്ടാമതൊരു ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? പക്ഷെ ഈശോ പറയണമെന്ന്. കാരണം എന്തുകൊണ്ടാണെന്നറിയാവോ? ഇത് നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട, ഇത് ആഴത്തിൽ പതിയേണ്ട ഒരു കാര്യമാണ്, അല്ലേ? വെറുതെ മറ്റുള്ളവരെ വെറുത്ത് നമുക്ക് അപ്പൻഡിക്സ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ട്യൂമർ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പാട്രിക്കിന്റെ ഒരു കഥയുണ്ട്. വിശുദ്ധ പാട്രിക് AD 400 ജീവിച്ച ഒരാളാണ്. ഇദ്ദേഹത്തെ 16-ാമത്തെ വയസ്സിൽ കിഡ്നാപ്പ് ചെയ്തു. 16 വയസ്സുള്ള ഇദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിലുള്ള ഇദ്ദേഹത്തെ അന്ന് ഈ 4-ാം നൂറ്റാണ്ടൊക്കെ അല്ലേ കിഡ്നാപ്പ് ചെയ്തിട്ട് അയർലൻഡിലേക്ക് കൊണ്ടുപോയി. അയർലൻഡില് ഒരു അടിമയെ പോലെ ഈ പാട്രിക് ജീവിച്ചു. അടിമയെ പോലെ ജീവിച്ച്, ആട് മേയ്ക്കുന്ന ഒരാളൊക്കെ ആയിട്ട് ജീവിച്ച്, അവിടെയുള്ള കുടുംബക്കാർ, നാട്ടുകാരൊക്കെ ഈ പയ്യനെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കണക്കിന് 6 കൊല്ലം കഴിഞ്ഞപ്പോ, അതായത് പാട്രിക്കിന് 22 വയസ്സുള്ളപ്പോ രക്ഷപ്പെട്ട് തിരിച്ച് ഇംഗ്ലണ്ടിൽ വന്ന് പിന്നീട് ഇദ്ദേഹം വൈദികനായി ഇംഗ്ലണ്ടിലെ മെത്രാനായി കഴിഞ്ഞപ്പോ പാട്രിക് ഒരു തീരുമാനം എടുക്കാണ്, എനിക്ക് അയർലൻഡിൽ പോയി സുവിശേഷ വേല ചെയ്യണം.
എന്നെ പീഡിപ്പിച്ച നാടാണ്, എന്നെ ദൈവത്തെ അറിയാത്തവരുടെ നാടാണ്. അങ്ങനെ വിശുദ്ധ പാട്രിക് അയർലൻഡിൽ പോയി 20 വർഷം ആ നാട്ടില് മിഷൻ പ്രവർത്തനം നടത്തി തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് അവിടെ ജീവിച്ചു എന്നതാണ് വിശുദ്ധ പാട്രിക്കിന്റെ ജീവിതകഥ. പ്രിയപ്പെട്ടവരെ, കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മെ അടിച്ചോടിച്ച അല്ലെങ്കിൽ നമ്മെ പീഡിപ്പിച്ച ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി വീണ്ടും ജീവിതം വ്യയം ചെയ്യാൻ സ്വയം തീരുമാനമെടുത്ത് വിശുദ്ധ പാട്രിക് പോയി. ഇന്ന് എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ മാർച്ച് 17-ാം തീയതി വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാളാണ് സഭയിൽ ആഘോഷിക്കുന്നത്. വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാൾ ദിനം അയർലൻഡിൽ പ്രിയപ്പെട്ടവരെ ദേശീയോത്സവ ദിനമാണ്. കൈയടിച്ച് നന്ദി പറയാം. അയർലൻഡിന്റെ ദേശീയോത്സവം എന്ന് പറയുന്നത് വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാൾ ദിനമാണ്. ഹോളിഡേ ആണ്, ഒരു ദിവസമല്ല, ഒരാഴ്ച ഹോളിഡേ ആണ്. എന്താണ്? ഓണമല്ല, വിഷുവല്ല, വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാൾ പ്രമാണിച്ച് അയർലൻഡിൽ ദേശീയ അവധി, ദേശീയ ഉത്സവം, പാട്രിക്കിന്റെ തിരുനാൾ. എങ്ങനെയാണ് ഇതായി മാറിയത്? വെറുത്തവരെ അനുഗ്രഹിച്ചവർക്ക് ശുശ്രൂഷ ചെയ്തപ്പോ അവന്റെ ജീവിതം അവർക്ക് ആനന്ദവും ആഘോഷവും സൗഭാഗ്യവുമായി മാറി. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് ആഘോഷമാകണമെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് അഭിഷേകമാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്വയം പരിത്യജിച്ച് അനുഗ്രഹിക്കുന്നവരായി മാറണം. പറയാൻ കുറച്ചു പാടുണ്ട്, ഇത് പറയാൻ അത്ര എളുപ്പമല്ല. പ്രാവർത്തികമാക്കാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഉള്ളിന്റെ ഉള്ളില് നമ്മളെ വെറുക്കുന്ന ഒരാളെ അനുഗ്രഹിക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാകും? ഒരു യുദ്ധമുണ്ടാകും. അതിനെയാണ് നമ്മൾ പറയുന്നത് ആത്മീയ ജീവിതം എന്താണ്? ഒരു സമരമാണ്, ഒരു യുദ്ധമാണെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പരിചയം, പടത്തൊപ്പിയും പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ഒക്കെ എടുത്താലേ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തില് പൗലോസ് 10 മുതലുള്ള തിരുവചനങ്ങളില് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളൊരു യുദ്ധത്തിലാണ്. ഏത് യുദ്ധത്തില്? സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ഒരു യുദ്ധത്തില്. പ്രൈസ് ദി ലോർഡ്. 10 മുതലുള്ള വചനങ്ങൾ, എഫേസ്യർ 6:10 മുതൽ അവസാനമായി, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. നമ്മുടെ കരുത്തെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോംബുകളല്ല, വടിവാളല്ല, മുദ്രാവാക്യങ്ങളല്ല. നമ്മുടെ കരുത്തെന്ന് പറയുന്നത് കർത്താവാണ്, അവിടുത്തെ മഹത്വമാണ്. നീ കർത്താവിലെ ശക്തിയുള്ള ഒരാളായിരിക്കുവിൻ. എന്നിട്ട് 11 വായിക്കുകയാണ്, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ദൈവത്തിന്റെ ആയുധങ്ങള്, മനുഷ്യന്റെ ആയുധങ്ങളല്ല. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇപ്പൊ കയ്യിലുള്ളത് ഏതായുധങ്ങളാണ്? മനുഷ്യന്റെ ആയുധങ്ങളാണ്. അതുകൊണ്ടൊന്നും നടക്കേലാന്ന്. എന്നിട്ട് പറയാണ്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല
പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. സത്യം കൊണ്ടരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തുപണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ വാളെടുത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. ഒന്ന്, ആത്മപരിത്യാഗം ചെയ്യുക. അതില് മറ്റുള്ളവരെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. അതിന് പകരം നിങ്ങൾ വെറുക്കുകയല്ല ചെയ്യേണ്ടത്, അനുഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹം അവകാശമാക്കും. വചനം പറയാണ്, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹം വിതച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ അനുഗ്രഹം വിതച്ചാൽ നമ്മൾ സ്വർഗത്തിൽ അനുഗ്രഹം കൊയ്യും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ പോലെ പുൽക്കൂട്ടിലുള്ള ഉണ്ണി വീണ്ടും വീണ്ടും ജനിക്കുന്നതല്ല നമ്മൾ ആഘോഷിക്കുന്നത് ഈശോയുടെ വളർച്ചയെയാണ്. ക്രിസ്തുമസിൽ ആഘോഷിക്കുന്നത് ഈശോ വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്നല്ല. നമ്മൾ ആഘോഷിക്കുന്നത് ഈശോ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ജന്മദിനത്തിന്റെ തിരുനാൾ ജനനത്തിന്റെ ആവർത്തനമല്ല, അത് വളർച്ചയുടെ ആഘോഷമാണ്. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? ജന്മദിനത്തിന്റെ തിരുനാൾ ജനനത്തിന്റെ ആവർത്തനമല്ല, വളർച്ചയുടെ ആഘോഷമാണ്. ഈശോയുടെ ജനനം ആവർത്തിക്കപ്പെടുന്നില്ല, പക്ഷെ ഈശോയുടെ വളർച്ച സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ സംഭവിക്കുന്നു? എന്റെ ഉള്ളിൽ ഈശോയുടെ വളർച്ച സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈശോ വളരുന്നതിന്റെ തിരുനാളാണ് ഞാൻ ആഘോഷിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മതി, സുദീർഘമായി നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് നമ്മെ വഴി നടത്തുകയാണ്.